ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് 4 വൈദിക ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് തോമസ് കോട്ടക്കാവ് ഇടവകയിലെ സഹവികാരി ഫാദർ സിറിൽ പാലക്കൽ അച്ഛനാണ്. ആദ്യമേ അച്ഛന് ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അച്ഛന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ വീട്ടില് ഞങ്ങൾ 4 പേരാണ്. അപ്പനും അമ്മയും അനിയത്തി. അപ്പൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്ത് 8 വർഷം എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജില്ലാ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പൊ അപ്പൻ പള്ളിയിലെ കൈക്കാരനൊക്കെ ആയിട്ട് ശുശ്രൂഷയും. അമ്മ ടീച്ചറായിരുന്നു. 2025 കഴിഞ്ഞ വർഷമാണ് അമ്മ റിട്ടയർ ചെയ്ത് അച്ഛനുമായിട്ട്. അനിയത്തി അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ക്രിസ്റ്റി. അവൾ MBA ഒക്കെ ആയിട്ട് ബാങ്ക് കോച്ചിങ് ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 4 പേരാണ്. വൈദികനാകാൻ അച്ഛന് പ്രചോദനമായതാരാണ്? എൻ്റെ വീടും എൻ്റെ ഇടവകപ്പള്ളിയും തമ്മിൽ ഒരു 100 മീറ്റർ നമ്മൾ ഇവിടെ നിന്ന് മാർക്കറ്റിൽ പോണ ദൂരേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ ഇടവക ചേർത്തല മുട്ടംപള്ളിയാണ്. അവിടെ എൻ്റെ ഒരു 4 വയസ്സൊക്കെ മുതലുള്ള എല്ലാ അച്ഛന്മാരെയും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ അപ്പച്ചൻ്റെ അനിയൻ അച്ഛനുണ്ട്. അച്ഛൻ ഡിഫു രൂപതയിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ രൂപതയിൽ ഉദയനാപുരം പള്ളിയിൽ വികാരിച്ചനാണ്. അങ്കിളാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ. രണ്ടാമത്തെ ഒരു ഇൻസ്പിറേഷൻ അപ്പൻ്റെ അമ്മയുടെ ആങ്ങളെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ TOR സഭയിലായിരുന്നു. അച്ഛൻ്റെ പേര് ഫെർഡിനാൻഡ് എന്നുള്ളതാണ്. അച്ഛൻ 2 വർഷം മുമ്പ് മരണമടഞ്ഞു. അച്ഛനും 94 വയസ്സ് വരെ പൗരോഹിത്യം ജീവിച്ച, സന്യാസം ജീവിച്ചൊരു വൈദികനാണ്. ഇവർ രണ്ടുപേരാണ് ആദ്യത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയാം. പിന്നെ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ ചില സ്കൂൾ ബസ് കയറ്റി വിട്ടുകൊണ്ടിരുന്ന അന്നത്തെ എൻ്റെ വികാരിച്ചനാണ്. LKG പഠിക്കും. ജോൺ തേക്കാനത്തച്ഛൻ, ജസ്റ്റിൻ കൈപ്രമ്പാടനച്ഛൻ, ബിജു പ്ലാക്കലച്ഛൻ. അങ്ങനെ പോകുമ്പോൾ പതുക്കെ കുർബാന സ്വീകരണം കഴിയുമ്പോൾ ഞാൻ ഓൾട്ടർ ബോയ് ആയി. ആ സമയത്ത് ഉണ്ടായിരുന്ന കൊച്ചന്മാരെല്ലാം അമ്മയുടെ സ്റ്റുഡൻസാണ്. അമ്മ സ്കൂളിൽ പഠിപ്പിച്ച പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്മാരുടെയൊക്കെ പ്രത്യേക ഇൻറ്റിമസി ഉണ്ടായിരുന്നു. മിക്കവാറും സ്കൂള് കഴിഞ്ഞ് വന്നാൽ ഒരു 5 മണി തുടങ്ങി പള്ളിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് ആ അച്ഛന്മാരെല്ലാം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പൗരോഹിത്യ ദേവടിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും അവരുടെ ജീവിതങ്ങളിലെ നല്ല ഓർമ്മകൾ, അതെല്ലാം എനിക്ക് പൗരോഹിത്യ വെളിയിൽ മാതൃകകളായിരുന്നു, പ്രചോദനമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സെമിനാരിൽ ചേർന്ന വർഷങ്ങളിൽ എൻ്റെ വികാരിയായിരുന്ന സെബാസ്റ്റ്യൻ മാണിക്യത്തൻ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അച്ഛൻ മരണമടഞ്ഞത്. അച്ഛനുമൊക്കെ നല്ല മാതൃകകൾ നൽകി എനിക്ക് പൗരോഹിത്യത്തിലേക്ക് വളരാനായിട്ട് പ്രചോദനമായവരാണ്. ഈ കാലഘട്ടത്തിൽ വൈദിക ജീവിതം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണല്ലോ. അച്ഛൻ എങ്ങനെയാണ് ഇതിനെല്ലാം നേരിട്ടത്? എൻ്റെ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ അങ്ങനെ വലിയ വെല്ലുവിളികളൊന്നും ഞാൻ നേരിടേണ്ടി വന്നിട്ടില്ല. 2023 ഒക്ടോബറിലാണ് ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുന്നത്. അന്ന് തിരിച്ചു വരുമ്പോൾ രൂപതയിലെ സാഹചര്യങ്ങൾ ഭയങ്കര കലുഷിതമാണ്. ആ കലുഷിതമായ സാഹചര്യങ്ങൾക്കിടയിൽ രൂപതയിൽ ഞങ്ങളെ പട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. 2023 നവംബർ 4 ഒരു മീറ്റിംഗ് നടത്തി. മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങളുടെ പട്ടത്തെക്കുറിച്ച് എന്നായിരിക്കുമെന്ന് ആകുലതകളൊന്നുമില്ല, തീരുമാനം ഉണ്ടാകില്ല എന്നൊരു ചിന്തയിലാണ് ഞങ്ങൾ പോണത്. തീരുമാനമൊന്നും ഉണ്ടായില്ല. ഉടനെ എളുപ്പമായിരിക്കില്ല മുന്നോട്ടുള്ള യാത്ര എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 8 പേരും ഒരുപോലെ ആ പ്രതിസന്ധികളെ നേരിടാനായിട്ട് തീരുമാനിക്കുകയാണ്. പ്രതിസന്ധികൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് വരുന്നു, അടുത്ത മീറ്റിങ്ങുകൾ വരുന്നു. നവംബർ അവസാനം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഡിസംബർ ആദ്യം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങളെ പട്ടങ്ങൾ ഉടനെ ഉണ്ടാകില്ല എന്ന് കണ്ട് ഞങ്ങൾ ഇടവകളിലേക്ക് വെക്കുന്നു. ഇടവകളിലേക്ക് വെക്കുമ്പോൾ അന്ന് ഏറ്റവും കലുഷിതമായ ഇടവകയിലേക്ക് തന്നെ വെക്കണേ. എളുപ്പമായിരിക്കില്ല, അങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കില്ല എന്ന് അരമനയിലെ അച്ഛന്മാരെ പലരും ഉപദേശിച്ചൊരു ഇടവകയിലേക്ക് തന്നെ വെക്കണം, മലയാറ്റൂർ പള്ളിയിലേക്ക്. ഞാൻ ചെന്ന് കഴിഞ്ഞ് 2ാമത്തെ ഞായറാഴ്ച അവിടെ പൊതുയോഗമാണ്. പള്ളിയുടെ കുറച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള പൊതുയോഗം. അതിൽ ആദ്യത്തെ ചർച്ച ഡീക്കനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ളതാണ്. ഞാൻ ചെന്നു. അവിടെ കാരണം ഇത്രയും പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ അങ്ങനെ ഒന്നിലും ഇടപെട്ട് തുടങ്ങാത്തൊരു സമയത്താണ് ഇങ്ങനെ ചർച്ച. ഞാനവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുത്തെ യൂത്തിനെ
കൊണ്ട് ഞങ്ങളൊന്ന് അവിടെ അടുത്തുള്ള ആകാശപ്പുറങ്ങളിൽ പോയിരിക്കുന്ന സമയത്താണ് ഈ ചർച്ച. തിരിച്ചു വരുമ്പോൾ പിള്ളേർ തന്നെയാണ് ഇത് പറയണത്, ഈ ചർച്ച ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ ചർച്ചയൊക്കെ അവിടെ വെച്ച് തീർന്നു. പിന്നെയും ഇങ്ങനെ പട്ടത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ഡിസംബറിൽ നടക്കുന്നു, ജനുവരിയിൽ നടക്കുന്നു, മാർച്ചിൽ നടക്കുന്നു, ഏപ്രിലിൽ നടക്കുന്നു. ഒരു 10-12 ഡേറ്റുകൾ ഞങ്ങൾക്ക് പട്ടം സ്വീകരിക്കുന്നതിനെ കുറിച്ച്, പട്ടത്തിന് അന്നായിരിക്കും പട്ടം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. അവസാനത്തെ ഒരു തീരുമാനം വരുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ ഞാൻ ചെന്നൈയിൽ എൻ്റെ അനിയത്തിൻ്റെ ഒരു പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാം, അപ്പനും അമ്മയ്ക്കും ഒക്കെ ടെൻഷൻ കൂടുന്ന ഒരു സാഹചര്യം ആയി കഴിഞ്ഞപ്പോൾ 1 വർഷമായി മകനിങ്ങനെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചെന്നൈയിൽ പോയി അവിടെ വെച്ച് സാന്തോ ബസിലിക്ക വെച്ചൊന്ന് കാല് ഇടറി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന സമയത്താണ് തീരുമാനമാണ്. പട്ടം കിട്ടുന്നതിന് 3 ദിവസം മുമ്പാണ് ഈ പ്ലാസ്റ്റർ വെട്ടുന്നത്. എന്നിട്ടാണ് പട്ടം സ്വീകരിക്കുന്നത്. പട്ടം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ പൗരോഹിത്യ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഓർത്തിരിക്കുന്ന ദിവസങ്ങൾ അതൊക്കെയാണ്. ഞങ്ങളുടെ ഉടുപ്പിടിയിലെ സാധാരണഗതിയിൽ ഒരു വൈദിക വിദ്യാർത്ഥി തൻ്റെ പൗരോഹിത്യ വസ്ത്രം സ്വീകരിക്കുമ്പോൾ അവൻ്റെ വീടുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു 25 പേരെങ്കിലും ആ ചടങ്ങുകൾ പങ്കെടുക്കാനായിട്ട് വിളിക്കും. ഞങ്ങളുടെ സാഹചര്യം നല്ലതായിരുന്നുകൊണ്ട് ഞങ്ങൾ പൗരോഹിത്യ വസ്ത്രം സ്വീകരിച്ച് കൊറോണ കാലഘട്ടത്തിലാണ് ഞങ്ങൾ 8 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടുപ്പിൻ്റെ ലോഹയുടെ ബട്ടണുകൾ ഇട്ടാണ് അന്ന് പൗരോഹിത്യം വൈദിക വസ്ത്രം സ്വീകരിക്കുന്നത്. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ അതിനുശേഷമുള്ള കാറോയുടെ സമയത്തും ഹൗപ്പതിയാക്കനയുടെ സമയത്തും ഡീക്കം പട്ടത്തിൻ്റെ സമയത്തും ഒക്കെ. അങ്ങനെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരും ആ പരിപാടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടം കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് എന്നെ രൂപത വെക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകേണ്ടി വരില്ല എന്ന് കരുതിയിരുന്ന ഒരാളാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിനേക്കാൾ വലിയ അടുത്ത പണി കിട്ടുന്നത്, അടുത്ത പ്രതിസന്ധി നേരിടുന്നത്. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് 2014 മുതൽ ആ സ്ഥാപനത്തിൽ ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാരാരും അഡ്മിനിസ്ട്രേഷൻ നോക്കിയിട്ടില്ല. നോക്കിയത് ഒരു അച്ഛൻ എനിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ജോൺസൺ അച്ഛനാണ്. അവിടെ സ്ഥിരമായിട്ടൊരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് ഒരു റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ജോസഫ് സാറായിരുന്നു അഡ്മിനിസ്ട്രേഷൻ. സാർ ഇല്ലാതിരുന്ന 2-3 മാസം മാത്രമേ ഇതിനു മുമ്പുണ്ടായിരുന്ന അച്ഛൻ പോലും നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചെന്ന് ഈ ചുമതല ഏറ്റെടുക്കുന്നത് 22-ാം തീയതി അവിടെ ചാർജ് എടുത്തെങ്കിലും പിന്നെ അവിടെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നൽകപ്പെടുന്നത് ഡിസംബർ 6-ാം തീയതിയാണ്. ഡിസംബർ 6-ാം തീയതി ഉത്തരവാദിത്തം നൽകുമ്പോൾ സാർ അന്ന് മുതൽ ലോങ് ലീവിലാണ്. ഞാൻ പോരണ സമയം വരെ സാറ് തിരിച്ചു വന്നിട്ടില്ല. പിന്നീടും സാർ അങ്ങനെ വന്നിട്ടില്ല. ഇടയ്ക്ക് വരെ സഹായിക്കും എന്നല്ലാതെ സാർ അങ്ങനെ ഇൻവോൾവ് ആയിട്ടില്ല. ചെന്ന് കയറുന്നത് പണി തീരാത്തൊരു ബിൽഡിങ്ങിലേക്കാണ്. ആ രൂപതയുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ആ ബിൽഡിങ് പണി തീർക്കണം എന്നുള്ളതാണ് അന്നത്തെ കൂരിയ എന്നോട് പറഞ്ഞ കാര്യങ്ങളിലൊന്ന്. എളുപ്പമായിരുന്നില്ല. ധ്യാന കേന്ദ്രമാണ്, പൈസ കിട്ടാൻ, അങ്ങനെ പൈസ ഉണ്ടാക്കാൻ മാത്രം വരുമാന മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവകൃപയാൽ ഇതിനെല്ലാത്തിനെയും പൗരോഹിത്യത്തിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പ്രതിസന്ധികളെ നേരിട്ടതുപോലെ തന്നെ ഇതിനെയും നേരിടാനുള്ള കൃപ ദൈവം നൽകി. ഒരു 2-2.5 കോടിയോളം രൂപ ആ സമയത്ത് ചെലവഴിക്കുകയും അങ്ങനെ ആ ധ്യാന ഹാളിൻ്റെ പണികളൊക്കെ പൂർത്തിയാകുന്ന സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പൗരോഹിത്യ ജീവിതത്തിൽ വന്നിരുന്ന പ്രതിസന്ധികൾ, പൗരോഹിത്യ ജീവിതയാത്രയിൽ വന്ന പ്രതിസന്ധികളെയൊക്കെ നേരിടാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള യുവജനങ്ങൾക്ക് ലോകത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ വിശ്വാസം നിലനിർത്തുവാൻ അച്ഛന് നൽകാവുന്ന ഉപദേശം എന്താണ്? ഉപദേശം നൽകാൻ ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല. ഉപദേശം ഇഷ്ടമാണ്. അതായത് ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രതിസന്ധികളുണ്ട് നേരത്തെയുള്ള കാലഘട്ടങ്ങളിലുള്ളതിലധികം. കാരണം നമുക്ക് കിട്ടുന്ന റിസോഴ്സ് അത്രയധികമാണ്. പക്ഷേ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ ഇന്നത്തെ യുവജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവജനങ്ങൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം, അവർക്ക് ഫീൽ ചെയ്യണ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ്, അത് ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് അവരൊരിക്കലും ശ്രദ്ധിക്കുന്നില്ല. അതല്ല, കൃത്യമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യുവജനങ്ങൾ പ്രതിസന്ധികളെ നേരിടാൻ പഠിച്ചിട്ടുണ്ട്.
പക്ഷേ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകത്തു നിന്ന് മാറണമെന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് നമ്മുടെ റൂമും നമ്മുടെ ഫോണും നമ്മുടെ ടി വി ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നാൽ മാത്രമേ ഇന്നത്തെ ലോകത്തെ പ്രതിസന്ധികളെ നേരിടാൻ, കാര്യങ്ങളെ മനസ്സിലാക്കാനും പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അന്നത്തെ കാലത്തെ പ്രതിസന്ധികൾക്ക് അന്നത്തെ സൊല്യൂഷനാണ് വേണ്ടേ. ഒരിക്കലും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിലെ സൊല്യൂഷൻസ് കൊണ്ട് ഇന്നത്തെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കില്ല. പക്ഷേ അവിടെയും പ്രതിസന്ധികളെ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. അത് നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ പറയണില്ല നിങ്ങളോട് എല്ലാ സമയവും വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാൻ ആ സമയങ്ങളിൽ പ്രാർത്ഥനയിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ വരുന്നൊരു ശീലം നമ്മൾ ആവശ്യങ്ങളിൽ അല്ലാതെ തന്നെ റെഗുലറായിട്ട് നമ്മുടേതായിട്ടൊരു സമയത്ത് നമ്മൾ വരാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോഴേ പ്രതിസന്ധി വരുമ്പോഴും പള്ളിയിലേക്ക് വരാനും പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു ബലം നേടി പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ അച്ഛനെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഗുണം എന്താണ്? വിശുദ്ധൻ ആഴ്സിലേക്ക് എത്തുമ്പോൾ വൈകുന്നേരം സന്ധ്യാസമയമായി എന്നാണ് വിശുദ്ധൻ്റെ ജീവിതത്തിൽ പറയണേ. അന്ന് വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ വരെ വിശുദ്ധൻ പ്രാർത്ഥിച്ചൊരുങ്ങുമായിരുന്നു എന്നുള്ള പറയണേ. പിന്നീട് 14-18 മണിക്കൂറുകൾ വരെ കുമ്പസാരിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വിശുദ്ധന് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാത്തിനും വിശുദ്ധനെ പ്രാപ്തനാക്കിയത് വിശുദ്ധൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. രണ്ടാമതായിട്ട് വിശുദ്ധൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യം, വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ സെമിനാരി പഠന കാലഘട്ടത്തിൽ ലത്തീൻ പഠനത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരിക്കലും വിശുദ്ധന് പഠിക്കാൻ ഇല്ലാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് വിശുദ്ധന് ആ ഭാഷ പഠിക്കാനുള്ള കഴിവ് കുറച്ച് കുറവായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരുന്ന പ്രസംഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതല്ലെങ്കിൽ അന്നത്തെ സമൂഹത്തിന് കൊടുത്തിരുന്ന നിർദ്ദേശങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവശാസ്ത്രത്തിൽ കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് എന്നെ സ്വാധീനിച്ച മറ്റൊരു കാര്യം. നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മൾക്ക് അത് ബോധ്യമുണ്ടെങ്കിലേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പഠിച്ചാൽ മാത്രമേ, അതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ക്ലാരിറ്റിയോടുകൂടി മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് എന്നെ വിശുദ്ധൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച രണ്ട് കാര്യങ്ങൾ. വിശുദ്ധ കുർബാനയുടെയും കുമ്പസാരത്തിന്റെയും പ്രാധാന്യം കുട്ടികൾക്കൊന്ന് വിശദീകരിക്കാമോ? വിശുദ്ധ കുർബാന സഭയുടെ ആദിമ കാലഘട്ടങ്ങളിൽ ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു വിശുദ്ധ ബലിയർപ്പണങ്ങളും വിശുദ്ധ കുർബാന സ്വീകരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അത് ആദിമ കാലഘട്ടങ്ങളിൽ അത് സമ്മേളനങ്ങളായിരുന്നു. നമ്മൾ അപ്പസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അവർക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളായിരുന്നു. പക്ഷെ പിന്നീടാണ് വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച ഈ കൂദാശയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് സഭ ഇത് അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചും അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനെ കുറിച്ചും പറയുന്നത്. അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിച്ച് കടന്നുപോയ എല്ലാവരും, വിശുദ്ധരെല്ലാവരും, അതുപോലെ തന്നെ അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം അതവർക്ക് ഊർജമായിട്ട് മാറണുണ്ടെന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മളെ ശരിയായിട്ട് നയിക്കാനായിട്ട് ആ വിശുദ്ധ കുർബാനയിലെ ബലം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നയിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ നമ്മുടെ ദിവ്യബലി അർപ്പണങ്ങൾ നമ്മളെ സഹായിക്കും. നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെ ശീലം വളർത്തിയെടുത്താൽ മാത്രമേ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ആ ശീലത്തെ കൊണ്ടു നടക്കാനും നമ്മുടെ പ്രതിസന്ധികളിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാനും ദിവ്യകാരുണ്യ ആരാധനകളിൽ പങ്കെടുക്കാനുമുള്ള ത്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളിൽ ഒരു 10-18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെയുള്ള പിള്ളേർ പള്ളിയിലുണ്ടാവും. പിന്നീട് ഒരു 10-35 വയസ്സിന് മേളിലുള്ളവരാണ് അല്ലെങ്കിൽ 40 വയസ്സിന് മേളിലുള്ളവരാണ് ദിവ്യബലികളിൽ അനുദിനം പങ്കെടുക്കുന്നവർ നോക്കും.
ഈ പ്രായത്തിൽ ഈ 2 ഗ്യാപ്പിനിടയ്ക്കുള്ള പ്രായത്തിലുള്ള പിള്ളേരെവിടെ, ബാക്കിയുള്ളവരെവിടെ പോയി? അപ്പൊ എങ്ങനെയാണ് ഈ പ്രായം കഴിയുമ്പോൾ, ഒരു 35 വയസ്സ് കഴിയുമ്പോൾ, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ അത്രയും നാൾ പള്ളിയിൽ വരാതിരുന്നവർ വീണ്ടും റെഗുലർ ആയിട്ട് പള്ളിയിൽ വരുന്നത്? അതിന് കാരണം അവർക്ക് വിശുദ്ധ ബലിയുടെ വില വീണ്ടും മനസ്സിലാകുന്ന സമയം, അതായത് ബോധ്യമാകുന്ന സമയമാണ്. അവർക്ക് ചെറുപ്പത്തിൽ അത് കിട്ടി. ചെറുപ്പത്തിൽ മാതാപിതാക്കളും മതാധ്യാപകരും സിസ്റ്റേഴ്സുമാരും ഒക്കെ കൊടുത്ത സാധനം, പകർന്നു കൊടുത്ത സാധനം അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ അതിന് പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിവ് വരുമ്പോഴാണ് അവർ പിന്നീട് അത് ദിവ്യബലി മുടങ്ങാതെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട്. വിശുദ്ധ കുമ്പസാരവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ്. പണ്ട് ആദിമസഭയിൽ പൊതു കുമ്പസാരങ്ങളാണ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആദിമസഭയിൽ മാമോദിസ പോലും സ്വീകരിച്ചിരുന്നത് മരണത്തോടടുത്ത സമയത്താണ്. കാരണം അതിനുശേഷം വിശുദ്ധനായിട്ട് ജീവിക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. പിന്നീട് പൊതു കുമ്പസാരങ്ങൾ മാറി 12ാം നൂറ്റാണ്ടൊക്കെ കൂടിയാണ് ഈ വ്യക്തിപരമായ കുമ്പസാരങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും നീണ്ട നിരയുടെ പാപങ്ങളുടെ ലിസ്റ്റൊക്കെ വെച്ചിട്ടാണ് അന്ന് കുമ്പസാരിച്ചിട്ടുള്ളത്. പക്ഷേ സഭ 2ാം വത്തിക്കാൻ കൗൺസിലോടുകൂടി അതിന് മുമ്പും 2 സിനോദോസിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇത് കാരുണ്യത്തിന്റെ കൂദാശയാണെന്നുള്ളതാണ്. ദൈവം നമുക്ക് കരുണ തരാൻ വേണ്ടി, ദൈവത്തിന്റെ കൃപ വർഷിക്കാൻ വേണ്ടി, നമ്മൾക്ക് നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരമാണ്. MT വാസുദേവൻ നായർ തൻ്റെ മഞ്ഞ് എന്ന് പറയുന്ന നോവൽ അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്. MT വാസുദേവൻ അവിടെ കുറിച്ചു വെക്കുന്നത് ക്രിസ്ത്യാനികൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളെല്ലാം പറഞ്ഞു തീർക്കാൻ വൈദികനെടുത്ത് അവർക്ക് അവസരമുണ്ട്. വലിയ അമ്പലങ്ങളിലെങ്കിലും ഇതുപോലുള്ള കുമ്പസാരക്കൂടുകൾ ഉണ്ടാകണം. നമ്മുടെ മനസ്സിനെ തുറന്നു വെക്കാൻ പറ്റുന്ന ഇടമാണത്. അവിടെ ഇരിക്കുന്ന വൈദികൻ എക്സ് വൈ ആരും ആയിക്കൊള്ളട്ടെ, അവിടെ ഇരിക്കുന്ന വൈദികൻ ഒരിക്കലും നിങ്ങളെ വിധിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. അവൻ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ കാരുണ്യം തരാൻ വേണ്ടിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് അണഞ്ഞ് അവിടെ നിന്ന് കൺസലേഷൻ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം വന്നത്. ചിലപ്പോൾ ഞാൻ സാധാരണ 2-3 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. എങ്ങാനും നീണ്ടുപോയി കഴിഞ്ഞാൽ, അറിയാതെ ഞാൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതെനിക്കുണ്ടാക്കുന്ന പ്രഷർ എനിക്കറിയാം, എൻ്റെ പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രഷർ. അതുകൊണ്ട് തന്നെ കുമ്പസാരത്തിൻ്റെയും കുർബാനയുടെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വരുവാണെങ്കിൽ 2ാം ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ ജസ്റ്റിനച്ഛൻ, അച്ഛൻ എൻ്റെ കൊച്ചനായിരിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിലാണ് എന്നെ തിരുവാസകത കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് മുതൽ അപ്പൻ ഇടുക്കിയിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും അപ്പനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ അല്ലെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കാൻ അങ്ങനത്തെ ശീലം എൻ്റെ അപ്പനും അമ്മയും ഒരുക്കി തന്നിട്ടുണ്ട്. ആ ഒരു ശീലം നമ്മുടെ മക്കൾക്ക് ലഭിക്കണമെങ്കിൽ അത് നമ്മളായിട്ട് പകർന്നു കൊടുക്കണം. ഇന്നത്തെ തലമുറ വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും അധിഷ്ഠിതമാകാൻ മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം അവർക്കുണ്ട്. എന്നാൽ മാത്രമേ അവരുടെ ജീവിത പ്രതിസന്ധികളിൽ അവർക്കതിനെ നേരിടാനായിട്ട് വിശുദ്ധ കുർബാന എന്ന ബലം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇടവകയെ കുറിച്ച് അച്ഛന്റെ സ്വപ്നം എന്താണ്? 5 വർഷം കഴിയുമ്പോൾ ഈ ഇടവക എങ്ങനെ ആയിരിക്കണം എന്നാണ്? നമ്മുടെ ഇടവകയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇടവക ഒത്തിരി അധികം പ്രതിസന്ധികളിലൂടെ പല കാലഘട്ടങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. പല രീതിയിൽ പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മുറിവുകൾ പലരുടെ മനസ്സിലുണ്ട്. ആ മുറിവുകളൊക്കെ സൗഖ്യപ്പെടുത്തപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കാലത്തിന് മാത്രമല്ല, ചില സാന്നിധ്യങ്ങൾക്ക് കൂടി കാരണമാകും. പലരും ആക്റ്റീവായിരുന്ന പള്ളിയിൽ ആക്റ്റീവായിരുന്ന പലരും ഈ അടുത്ത കാലങ്ങളിലല്ല, ചിലപ്പോൾ 90കളിൽ ആക്റ്റീവായിരുന്നവർ പിന്നീട് ഉണ്ടായിട്ടില്ല. പല മുറിവുകൾ അവർക്ക് നേരിട്ടതിൻ്റെ വെളിച്ചത്തിലാണ്. അതിനുശേഷവും പല കാര്യങ്ങളുടെ പേരിൽ പലർക്കും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മുറിവുകൾ സൗഖ്യപ്പെടുത്തപ്പെട്ടാൽ നമ്മുടെ ഇടവകയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. പിന്നെ ഉണ്ടാകേണ്ട എനിക്കൊരു സ്വപ്നം എന്നുള്ളത്, ഇതെൻ്റെ ഭവനം, എൻ്റെ സ്വന്തം എന്നുള്ളൊരു ഫീല് നമ്മുടെ ഇടവകയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇടവകയിൽ നടക്കുന്ന ഏത് കാര്യവും എൻ്റേതാണ്, അതിൽ ഞാൻ ഉണ്ടാകണം, അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, എൻ്റെ സഹകരണം ഉണ്ടാകണം എന്നുള്ള ഫീല് എല്ലാവർക്കും ഉണ്ടാകും. ആ ഒരു ഫീല് നമുക്ക് എല്ലാവർക്കും വരുമ്പോൾ മാത്രമേ നമ്മുടെ ഇടവക ബാക്കിയുള്ള ഭൗതികമായിട്ട് വളർച്ച സാധ്യമാകുകയുള്ളൂ.
അങ്ങനെ ഒരു ഫീല്, അങ്ങനെ ഒരു സ്വന്തം എന്നുള്ള അസ്തിത്വം രൂപപ്പെടുത്താനായിട്ട് ഈ 5 വർഷങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കണം. ഇത് ഒരു നിമിഷം കൊണ്ട് മുറിവുകളെല്ലാം ഉണക്കപ്പെടില്ല. മുറിവുകൾ ഉണക്കപ്പെടാം, പക്ഷേ അത് കർത്താവ് ആഗ്രഹിക്കുന്ന മാത്രമേ ഒരു നിമിഷം കൊണ്ട് ഉണക്കുള്ളൂ. പതുക്കെ പതുക്കെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാകാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാകാൻ നമ്മുടെ ഇടയിലേക്ക് സാധിക്കും. ഇല്ലായ്മകളെ കുറിച്ച് ചർച്ച ചെയ്യാതെ, കിട്ടാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ, നമുക്കുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഉള്ളതിനെ ചേർത്ത് പിടിക്കാം. അങ്ങനെ നമ്മുടെ ഇടവക ഐക്യത്തിന്റെ പ്രതീകമായിട്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ മാറണം. നമ്മുടെ ഇടവകയെക്കുറിച്ച് നല്ലത് മറ്റുള്ളവർ പറയാൻ വഴിയൊരുക്കുന്നവരായിട്ട് മാറാൻ ഇന്നത്തെ യുവജനങ്ങൾക്ക്, മതബോധന വിദ്യാർത്ഥികൾക്ക് സാധിക്കുമ്പോഴാണ്. അതിന് നമുക്ക് തുടങ്ങാവുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ ഇടവകയെക്കുറിച്ച് എല്ലാ ദിവസവും നന്മ ചിന്തിക്കാൻ, അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങണം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സ്നേഹപൂർവ്വം മറുപടി പറഞ്ഞതിന് ഹൃദയം നിറഞ്ഞ നന്ദി.